നമ്മുടെ നാട്ടിൽ നിന്ന് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. നേരെ പോയി ഡ്രൈവിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, HU8 എടുക്കുക, ലൈസൻസ് നേടി നേരെ റോഡിലേക്ക് ഇറങ്ങുക. ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് രീതി. എന്നാൽ റോഡിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഇതൊന്നും അറിയില്ലെന്നാണ് തോന്നുന്നത്. കാരണം പറയണ്ടല്ലോ, മലയാളിയുടെ ഡ്രൈവിംഗ് രീതി നമുക്കെല്ലാം അറിയാം. എന്നും റോഡിൽ രാവിലെയും വൈകിട്ടും ഒക്കെ കാണുന്നതല്ലേ. പക്ഷെ അതേസമയം ഇതേ മലയാളികൾ യൂറോപ്പിലോ GCCയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മട്ടുഭാവം ഒക്കെ മാറി. അവിടുത്തെ കടത്തി വെട്ടുന്ന ഡ്രൈവിംഗ് മാന്യതയാണ് ഇതേ മലയാളികൾക്കുള്ളത്. കാര്യം റോഡിൽ കാണിക്കേണ്ട മര്യാദയൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. അതെങ്ങനെയാ വളവിൽ കിടന്ന് വണ്ടി പിടിക്കാനല്ലാതെ റോഡിലെ ലൈൻ ട്രാഫിക് നോക്കാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ സാറന്മാർക്ക് സമയമില്ലല്ലോ. ഇതിപ്പോൾ ഗതാഗത മന്ത്രി നേരിട്ട് ഡ്രൈവിങ്ങിൻ്റെ മോശം രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. എന്താണ് ലൈൻ ട്രാഫിക്? ലൈൻ ട്രാഫിക്കിനെ പറ്റിയാണല്ലോ ഗതാഗത മന്ത്രി നമ്മളോട് പറഞ്ഞതും. 4 വരി പാതയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഏത് വശം ചേർന്നാണ് വാഹനം ഓടിക്കേണ്ടത്? വലതുവശം എന്നല്ലേ? തെറ്റാണ്. റോഡിന്റെ ഇടതുവശം ചേർന്ന് വേണം വാഹനം ഓടിക്കാൻ. ഓവർടേക്ക് ചെയ്യാൻ മാത്രമേ റോഡിന്റെ വലതുവശത്തേക്ക് കയറാവൂ. ഹൈവേ വികസനം അതിവേഗം പുരോഗമിക്കുന്ന ഈ കാലത്ത് ലൈൻ ട്രാഫിക്കിനെ പറ്റി ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഓട്ടോറിക്ഷകൾ, ട്രക്കുകൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ റോഡിന്റെ ഇടതുവശം ചേർന്ന് മാത്രമേ പോകാവൂ. ഓർക്കുക, ചെറിയ അശ്രദ്ധകളാണ് വലിയ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത്. അതുപോലെ മറ്റൊന്നാണ് സിഗ്നൽ ജംഗ്ഷനിൽ കാണിക്കുന്ന അബദ്ധം. സിഗ്നൽ ജംഗ്ഷനുകളിൽ ഒരിക്കലും ഇടതുവശത്തെ ട്രാക്കിൽ വാഹനം നിർത്തി സിഗ്നൽ കാത്തു കിടക്കരുത്. കൂടുതൽ സ്ഥലത്തും ഇടതുവശത്തേക്ക് ഫ്രീ ലെഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ട്രാക്ക് ഒഴിവാക്കിയിടണം. അതുവഴി എമർജൻസി വാഹനങ്ങളായ ആംബുലൻസിനും ഫയർഫോഴ്സിനും ഒക്കെ സിഗ്നലിൽ കാത്തു കിടക്കാതെ വേഗത്തിൽ പോകാനാവും. ഇതൊക്കെ നിസ്സാര ചെറിയ കാര്യങ്ങളല്ലേ, എന്നാൽ ഇവ സമൂഹത്തിൽ വരുത്തുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. മറ്റൊന്നാണ് ഇടവഴികളിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാത്തത് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരും ബൈക്ക് റൈഡർമാരും ഒക്കെയാണ്. റോഡിലിറങ്ങിയാൽ നമ്മുടെ വലതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്കാണ് എപ്പോഴും പ്രിഫറൻസ് നൽകേണ്ടത്. ഇടവഴികളിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ വാഹനം നിർത്തി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ റോഡിലേക്ക് കയറാവൂ. ഓർക്കുക, റോഡിലെ വെള്ള വരയ്ക്ക് അകത്ത് വേണം വാഹനം നിർത്താൻ. മുച്ചക്ര വാഹനങ്ങൾ തിരിക്കുന്നത് പോലെ ഫ്രണ്ട് വീല് റോഡിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് ആമ ഈ തലയിട്ട് നോക്കുന്ന പോലെ നോക്കി വാഹനം തിരിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടും ഉണ്ടാകും, അത് ഉറപ്പാണ്. മറ്റൊന്നാണ് ഹൈ റേഞ്ചിലൂടെയുള്ള യാത്ര. ഈ യാത്രയിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. അവിടെ വാശിയോ നിർബന്ധ ബുദ്ധിയോ വെച്ചുള്ള ഡ്രൈവിംഗ് രീതി ഒരിക്കലും പാടില്ല. കൊടും വളവുകളിലും വീതി കുറഞ്ഞ സ്ഥലങ്ങളിലും ഒക്കെ മറ്റു വാഹനങ്ങളെ കൂടി കണക്കിലെടുത്ത് മാത്രമേ നിങ്ങൾ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. അതേപോലെ ഇത്തരം സ്ഥലങ്ങളിൽ ഒരിക്കലും വാഹനം നിർത്തിയിടരുത്. ഇത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഹൈ റേഞ്ച് യാത്രകളിൽ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് വേണം പ്രാധാന്യം നൽകുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ ഡ്രൈവിംഗ് മര്യാദകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ നമ്മുടെ റോഡുകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അത് അവൻ ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ എൻ്റെ ഡ്രൈവിംഗ് രീതി ഞാൻ എങ്ങനെ മാറ്റും എന്ന ചിന്തയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ നാട്ടിലും ഒരു നല്ല റോഡ് മാനേഴ്സ് വരുമെന്ന്.